രണ്ടാം സ്ഥാനം ശുക്രനാണ്, മൂന്നാം സ്ഥാനം ഭൂമിയാണ്, 4 ചൊവ്വയാണ്, 5 വ്യാഴമാണ്. മനുഷ്യന്റെ പഠനങ്ങൾ അവസാനിക്കാത്തിടത്തോളം കാലം അവൻ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ അത്ഭുതങ്ങളെ ദർശിക്കാനും അറിയാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ പൂർവികർ അങ്ങനെ നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൗരയൂഥം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത്. എന്നാൽ ഇന്ന് ആ പാഠഭാഗങ്ങൾ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കേണ്ട അവസ്ഥയാണ് HSA സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക്. സോ ഇവിടെ ഏറ്റവും പ്രൈമറിയായി നിങ്ങൾക്ക് സംശയം വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു 2 ട്രിക്കിലൂടെ 2 ടിപ്പിലൂടെ 2 നിമോണിക് ടിപ്പിലൂടെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം the solar system have 8 planets. ഞാനൊക്കെ പഠിക്കുമ്പോൾ അത് 9 ആയിരുന്നു, ഇപ്പോൾ 8 ആണ്. പ്ലൂട്ടോ ഔട്ടാണ്. സോ അതിനുശേഷമുള്ള 8 പ്ലാനറ്റ്സിൻ്റെ സൂര്യനിൽ നിന്നുള്ള അകലവും അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമൂലം നമുക്ക് കുറേ GK ഈ 2 ഷോർട്ട് ട്രിക്കിൽ നിന്ന് പഠിക്കാൻ പറ്റും. എന്താണ് ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് നമ്മൾ പണ്ട് CBSE കുട്ടികൾക്ക് പ്ലാനറ്റ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു സെന്റൻസ് സ്കൂൾ പാഠപുസ്തകത്തിൽ ഉപയോഗിക്കുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോസ് 9 പ്ലാനറ്റ്സ്. അന്ന് 9 പ്ലാനറ്റ്സ് ആയിരുന്നു. അതായത് മറ്റൊന്നുമല്ല, CBSE ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു സെന്റൻസ് ആയിട്ടാണ് ഇത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോസ് 9 പ്ലാനറ്റ്സ്. എൻ്റെ വിദ്യാപ്രബുദ്ധിയായിട്ടുള്ള അമ്മ 9 പ്ലാനറ്റ്സിനെ കാണിച്ചു തന്നു. 9 പ്ലാനറ്റ്സ്. പക്ഷേ ഇപ്പോൾ 9 ഇല്ല, പക്ഷെ നമുക്ക് ഈ സെന്റൻസ് ആവശ്യമാണ്. സോ മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോസ് 9 പ്ലാനറ്റ്സ് എന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബിക്കോസ് യു ആർ വെരി ടാലന്റഡ്, വെരി കമ്മിറ്റഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം സാധാരണഗതിയിൽ ഞാൻ നിമോണിക് ട്രിക്കിൽ യൂസ് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. വെരി എന്ന് പറയുന്നതിൻ്റെ M എന്ന് പറയുന്ന ഒരു ലെറ്റർ, V എന്ന് പറയുന്ന ലെറ്റർ, E എന്ന് പറയുന്ന ലെറ്റർ, M എന്ന് പറയുന്ന ലെറ്റർ, J എന്ന് പറയുന്ന ലെറ്റർ, S എന്ന് പറയുന്ന ലെറ്റർ, N എന്ന് പറയുന്ന ലെറ്റർ. പ്ലാനറ്റ് വേണ്ട. സോ മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോസ് 9 പ്ലാനറ്റ്സിൽ M എന്ന് പറയുന്നത് മെർക്കുറി ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ചാണ്. നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടിട്ടില്ലേ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? സൂര്യന്റെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹം ഏത് സൂര്യനിൽ നിന്നും? സൗരയൂഥം എന്ന് പറയുന്നത് സെന്റർ സൂര്യനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം മെർക്കുറിയാണ്, അതായത് ബുധനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സൂര്യനിൽ നിന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് വീനസ് ആണ്, ശുക്രനാണ് എന്നുള്ള കാര്യം ദാണ്ടെ ഈ കോഡിലൂടെ നിങ്ങൾ പഠിച്ചു. 3ാമത്തതാണ് എർത്ത് എന്ന് പറയുന്നത് ഭൂമി. അപ്പോൾ 3ാമത്തെ ചോദ്യം, സൂര്യനിൽ നിന്നും ഭൂമിയുടെ സ്ഥാനം 3. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? വിച്ച് പ്ലാൻ ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്, നിയറസ്റ്റ് ടു ദ എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്? ശുക്രനാണ്, വീനസ് ആണ്. അപ്പോൾ ആദ്യത്തെ 3 പ്ലാനറ്റുകളായി 1 ബുധൻ, 2 ശുക്രൻ, 3 ഭൂമി, മെർക്കുറി, വീനസ്, എർത്ത്. ഇനി 4ാമതായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് മാർസ് എന്ന് പറയുന്നത്. മാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് ഓർത്തു വെക്കേണ്ട വേറൊരു കോഡ് കൂടിയുണ്ട്. ഈ ഡിസ്റ്റൻസ് ആണോ ഏറ്റവും അടുത്തത് എന്നൊന്ന് നോക്കിയാൽ മതി. എർത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത് തന്നെയാണ്? വീനസ് തന്നെയാണ്. 4ാമത്തെ പ്ലാനറ്റ് ആണ് മാർസ്, ചൊവ്വ, ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്ന റെഡ് പ്ലാനറ്റ് മാർസ്. സോ 4 ഗ്രഹങ്ങളായി. കറക്റ്റ് ഓർഡർ ആണ് ഫ്രം ദ സൺ, അതായത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഭൂമി കഴിഞ്ഞിട്ടാണ് ചൊവ്വ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 4ാമത്തതാണ് ജൂപ്പിറ്റർ, വ്യാഴം. 5ാമത്തതാണ് സാറ്റേൺ, ശനി. 6ാമത്തതാണ് യുറാനസ്, അരുണൻ. 7ാമത്തതാണ് നെപ്റ്റ്യൂൺ, വരുണൻ. 7ഉം നമ്മുടെ സ്ക്രീനിലില്ല, അത് അടുത്ത സ്ക്രീനിലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ സൂര്യനിൽ ഏറ്റവും അടുത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെർക്കുറിയാണ്. 2ാം സ്ഥാനം ശുക്രനാണ്. 3ാം സ്ഥാനം ഭൂമിയാണ്. 4 ചൊവ്വയാണ്. 5 വ്യാഴമാണ്. 6 ശനിയാണ്. 7 യുറാനസ് ആണ്. 8 നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ സൂര്യന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് ടെമ്പറേച്ചർ, ഹീറ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശം ഏറ്റവും തീവ്രത കുറഞ്ഞ് അനുഭവപ്പെടുന്ന ആർക്കായിരിക്കും? നെപ്റ്റ്യൂണിനായിരിക്കും. കാരണം ഏറ്റവും ഫാർത്തസ്റ്റ് അല്ലേ, ഏറ്റവും അങ്ങേയറ്റം നിൽക്കുന്നതല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ ഗ്രഹം ഏതാ? നെപ്റ്റ്യൂൺ. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാ? ബുധൻ. ഭൂമി എത്രാം സ്ഥാനത്താ? 3ാം സ്ഥാനത്ത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായും വ്യാഴം എത്രാം സ്ഥാനത്താണ്? 5ാം സ്ഥാനത്ത്. അപ്പോൾ സെന്റൻസ് ഇത്രയേ ഉള്ളൂ. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ
ജസ്റ്റ് ഷോ us 9 planets. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പഠിച്ചു വെക്കുക. ഇത് ആപ്പിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായ രീതിയിൽ ഇത് പഠിച്ചു വെക്കുക. വളരെ എഫക്റ്റീവ് ആണ് ശനി, യുറാനസ്. നോക്കേ, ദാണ്ട് അതിന്റെ ചോദ്യങ്ങൾ നോക്കുക. സൂര്യന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ, സംശയമില്ലല്ലോ. സൂര്യന്റെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ, അതും സംശയമില്ലല്ലോ. ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം നെപ്റ്റ്യൂൺ, അതും സംശയമില്ലല്ലോ. പറഞ്ഞു. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ദെൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. സൂര്യനിൽ നിന്ന് ഭൂമിയുടെ സ്ഥാനം എത്രയാണ്? 3. അപ്പം ആ ഒരു സാധനം ഓക്കെ ആയി. ഇനി മറ്റൊരു കോഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് നമ്മൾ ഒരു രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്തു. ഇനി ഇതിന്റെ സൈസ് ഉണ്ടല്ലോ, ഇൻ ടേംസ് ഓഫ് സൈസ്, അതായത് സൈസിന്റെ അടിസ്ഥാനത്തിൽ, വലിപ്പ ചെറുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാനറ്റ്സിനെ സിമ്പിൾ ആയിട്ട് തരംതിരിക്കാം. ഒന്ന് നോക്കുക, ഇങ്ങനെ എഴുതുക, MM വീനസ് ഡേ എന്ന് എഴുതുക. MM വീനസ് ഡേ, അതായത് M വീനസ്, വീനസ് എന്ന് നിങ്ങൾക്ക് എഴുതാറിയല്ലോ, വീനസ് ജെ, MM വീനസ് ഡേ എഴുതി, MM വീനസ് ഡേ എന്ന് എഴുതി, MM വീനസ് ഡേ എന്ന് എഴുതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്ത് വെക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഇടുന്ന, നമ്മളെ പോലുള്ളവർക്ക് ഇടുന്ന ഒരു പേരുണ്ട്, MM വേണു എസ് ജെ. MM വീനസ് ഡേ എന്നോ അല്ലെങ്കിൽ വേണു എസ് ഡേ എന്നോ എഴുതിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എണ്ണുക. ജെ എന്ന് പറയുന്നത് എന്താ? ജൂപ്പിറ്റർ, ഏറ്റവും വലിയ ഗ്രഹം. തൊട്ട് മുകളിൽ ഏതാണ്? സാറ്റേൺ, ശനി, ഏറ്റവും വലിയ 2ാമത്തെ ഗ്രഹം. തൊട്ട് മുകളിൽ എന്താ? യുറാനസ്, അരുണൻ, 3ാമത്തെ ഗ്രഹം. 4ാമത്തേതാണ് നെപ്റ്റ്യൂൺ, വരുണൻ, ഏറ്റവും വലിയ 4ാമത്തെ ഗ്രഹം വ്യാഴം. ഏറ്റവും വലിയ 5ാമത്തെ ഗ്രഹമാണ് ഭൂമി. അപ്പോൾ ചോദ്യം ഇതാണ്, വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര? 5 അല്ലേ? 6ാമത്തെ ഏറ്റവും വലിയ ഗ്രഹം വീനസ് ആണ്. 7ാമത്തെ ഏറ്റവും വലിയ ഗ്രഹം മാർസ് ആണ്. 8ാമത്തെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? മെർക്കുറിയാണ്. അപ്പൊ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? മെർക്കുറി. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? വ്യാഴം. ഏറ്റവും ഭൂമിയുടെ വലിപ്പത്തിൽ എത്രാം സ്ഥാനം ഭൂമിക്ക്? 5ാം സ്ഥാനം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? അത് ബുധനാണ്. വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ്? 5 സിമ്പിൾ ആയിട്ട് നമുക്ക് MM വേണു എസ് ഡേ എന്ന് എഴുതിയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഒന്ന് എണ്ണി നോക്കിയാൽ മതി, കാര്യം മനസ്സിലാവും. ഇനി വേറൊരെണ്ണം കൂടി ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. സോ ഏറ്റവും ചെറിയ 4 ഗ്രഹങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് മെർക്കുറി, മാർസ്, വീനസ്, എർത്ത്, ഇതല്ലേ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിന്നത്? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ എന്ന് പറയുമ്പോൾ, അതായത് ഏറ്റവും അടുത്ത്, സൂര്യനോട് ഏറ്റവും അടുത്ത് നിന്ന ഗ്രഹങ്ങളല്ലേ ഇത് 4. ഈ 4 ഗ്രഹങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് അന്തർഗ്രഹങ്ങൾ എന്നാണ്, ഇന്നർ പ്ലാനറ്റ് എന്നാണ്. അന്തർഗ്രഹങ്ങളാണ്, അന്തർഗ്രഹങ്ങൾ. അങ്ങനെയാണ് മക്കളെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞതിന്റെ മുമ്പേ ഉള്ള HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ദ ബിഗ്ഗസ്റ്റ് ഇന്നർ പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. ഏറ്റവും വലിയ അന്തർഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ അന്തർഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 അന്തർഗ്രഹമെങ്കിൽ ഏറ്റവും വലിയ അന്തർഗ്രഹം ഏതാ? ഭൂമി. ഏറ്റവും വലിയ ബാഹ്യഗ്രഹം ഏതാ? അത് ജൂപ്പിറ്റർ. ഇത് 3 അന്തറാണെങ്കിൽ ഇത് 3 ബാഹ്യമല്ലേ? അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഭൂമിയുടെ വലിപ്പം 5, സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുന്നത് 3. ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം വ്യാഴം, ഏറ്റവും വലിപ്പം കുറഞ്ഞ ഗ്രഹം ബുധൻ. ഏറ്റവും സൂര്യനോട് അടുത്ത് നിൽക്കുന്നത് ബുധൻ, ഏറ്റവും അകന്നു നിൽക്കുന്നത് നെപ്റ്റ്യൂൺ. ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം നെപ്റ്റ്യൂൺ, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഇനി നമുക്ക് ഈ ട്രിക്കിലൂടെ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ദാ കിടക്കുന്നു, കറക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വലിപ്പ ചെറുപ്പം അനുസരിച്ച്. സോ അതിനുശേഷമാണ് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. ഏറ്റവും വലിയ ഗ്രഹം ഏതാ മക്കളെ? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ മക്കളെ? ബുധൻ. വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ്? 5. ഏറ്റവും ചെറിയ 4ാമത്തെ ഗ്രഹം ഏതാണ്? ഭൂമി. ഏറ്റവും വലിയ അന്തർഗ്രഹം ഏതാണ്? ഭൂമി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഏറ്റവും ചെറിയ അന്തർഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും വലിയ ബാഹ്യഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും ചെറിയ ബാഹ്യഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. സോ ഇത് സിമ്പിൾ ആണ്. സോ ഹംബിൾ റിക്വസ്റ്റ് ആണ്, പഠിക്കുക, മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ കേരളത്തിന്റെ നാനാഭാഗത്തുമുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിലെയും കൊച്ചുകുട്ടികൾക്ക് വരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ ലെറ്റ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.